കേരള തീരത്ത് കത്തിയ ചരക്ക് കപ്പലിന് സമീപം രക്ഷാദൌത്യം തുടരുന്നു. കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നത് രക്ഷാദൌത്യത്തിന് തടസ്സമാകുന്നുണ്ട്. കപ്പൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. കാണാതായ 4 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. രക്ഷപ്പെട്ട 18 പേർ മംഗളൂരുവിൽ ചികിത്സയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മംഗളൂരു AG ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 7 കപ്പലുകളും 5 ഡോണിയർ വിമാനങ്ങളുമാണ് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. INS സുലേജും കോസ്റ്റ് ഗാർഡിന്റെ സമർത്ഥ കപ്പലും രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകും. വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യറും കാസർഗോഡ് നിന്ന് ഷഫീഖ് നസ്രുള്ളയും ചേരുന്നുണ്ട്. നിതിനിലേക്കാണ്. നിതിൻ, ഇന്നലെ തൊട്ട് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ബാക്കിയുള്ള 4 ജീവനക്കാരെ ഉൾപ്പെടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നത്? അമൃത, ഇന്നലെ രാവിലെ 9:50 കൊച്ചി നാവികസേന ആസ്ഥാനത്ത് ഇത്തരത്തിൽ ചരക്ക് കപ്പൽ തീപിടിച്ചു എന്നൊരു സന്ദേശം എത്തുന്നത്. ഉടൻ തന്നെ ആ സന്ദേശം കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ കോസ്റ്റ് ഗാർഡുകൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. പിന്നീട് വളരെ വേഗം തന്നെ ഈ കോസ്റ്റ് ഗാർഡുകളുടെ കപ്പലുകൾ അവിടെ എത്തി രക്ഷാദൌത്യം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ തന്നെ ഈ കപ്പലിലെ തീ അണയ്ക്കാൻ വലിയ തോതിൽ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ കപ്പലിനടുത്തേക്ക് കോസ്റ്റ് ഗാർഡുകളുടെ കപ്പലിന് എത്താനാകുന്നില്ല എന്നതാണ് വലിയ വെല്ലുവിളിയായി തുടരുന്നത്. പ്രത്യേകിച്ച് തീ വലിയ തോതിൽ പടരുന്ന സാഹചര്യത്തിൽ ഈ കപ്പലിൻ്റെ അടുത്തേക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾക്ക് എത്താൻ സാധിക്കാത്തത് തീ അണയ്ക്കാൻ വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നതും ഇന്നലെ രാത്രി വരെ ഈ കപ്പൽ നിയന്ത്രണമില്ലാതെ ഒഴുകി നടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കപ്പൽ സ്റ്റേബിൾ ആയിട്ടുണ്ട് എന്നാണ് നാവികസേനയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ കപ്പലിൽ കണ്ടെയ്നറുകൾ തീപിടിച്ച് പൊട്ടിത്തെറി ഉണ്ടാകുന്നുണ്ട്. അതും ഈ തീ അണയ്ക്കുന്നതിന് വലിയ പ്രതികൂല ഘടകമാണ്. ഇന്നലെ രാത്രി 2 കപ്പലുകളാണ് ഈ തീ അണയ്ക്കാൻ രാത്രി വൈകിയും ഇന്ന് പുലർച്ചെ വരെ ശ്രമം നടത്തിയിരുന്നത്. കോസ്റ്റ് ഗാർഡ് സുജേത്, സമുദ്രപ്രഹരി എന്നീ കപ്പലുകളായിരുന്നു ഇന്നലെ രാത്രിയിൽ ഈ തീ അണയ്ക്കാനുള്ള ദൗത്യത്തിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന സൂറത്ത് എന്ന കപ്പലിലാണ് ഈ നാവികരെ എല്ലാം തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. നിലവിൽ ഈ 5 ഡോണിയർ വിമാനങ്ങളാണ് ഇവിടെ ആകാശ നിരീക്ഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം 7 കപ്പലും 5 ഡോണിയർ വിമാനങ്ങളുമായിരുന്നു ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തിരുന്നത്. ഇപ്പോൾ INS സുലേജ് കൂടി അപകട സ്ഥലത്തേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ സമർത്ഥ് എന്ന കപ്പൽ ഒരു സാൽവേജ് മാസ്റ്ററുമായി അങ്ങോട്ട് വരുന്നുണ്ട്. ഈ കപ്പൽ കമ്പനി തന്നെ നിയോഗിച്ചിട്ടുള്ള സാൽവേജ് മാസ്റ്ററുമായാണ് ഈ കപ്പൽ അങ്ങോട്ടേക്ക് സമർത്ഥ് എന്ന കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ അങ്ങോട്ടേക്ക് എത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കണ്ടെയ്നറുകൾ അപകടകരമായ രീതിയിൽ ഒഴുകിപ്പോകുന്നത് തടയാനും ഈ രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നതിനുമായാണ് ഇത്തരത്തിലൊരു ഉയർന്ന ഉദ്യോഗസ്ഥനെ കപ്പൽ കമ്പനി തന്നെ നിയോഗിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കപ്പൽ കമ്പനി ആവശ്യപ്പെട്ടുള്ള മറ്റൊരു കാര്യം ഈ ഡഗ് ബോട്ടുകൾ ഉപയോഗിച്ച് ഈ ഒഴുകിപ്പോകുന്ന കണ്ടെയ്നറുകൾ എങ്ങോട്ടില്ലാതെ ഒഴുകി നടക്കുകയാണ്. അപ്പോൾ ഇത് ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് തടയണമെന്നൊരു ആവശ്യം കഴിഞ്ഞ ദിവസം തന്നെ കപ്പൽ കമ്പനി ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും നിലവിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ ഈ കപ്പലിൽ വലിയ തോതിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്, കണ്ടെയ്നറുകളിൽ തീ പിടിച്ച് പൊട്ടിത്തെറി ഉണ്ടാകുന്നത് ഈ സംഘത്തിന് കപ്പലിനടുത്തേക്ക് പോകുന്നതിന് വലിയ തടസ്സമുണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പോലും നോസിലുകൾ ഉപയോഗിച്ച് ഇതിലേക്ക് വെള്ളം അടിച്ചുകൊണ്ട് തീ അടയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നതുകൊണ്ട് തന്നെ മറ്റു കപ്പലുകൾക്ക്, ഈ അന്താരാഷ്ട്ര കപ്പൽച്ചാലാണ്, അതുകൊണ്ട് തന്നെ ഇതുവഴി പോകുന്ന മറ്റു കപ്പലുകൾക്ക് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട്. സുരക്ഷിതമായ അകലത്തിൽ കൂടി മാത്രമേ പോകാവുള്ളൂ എന്ന്. പ്രത്യേകിച്ച് ഇതിൻ്റെ രാത്രിയിൽ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് രാത്രി സമയങ്ങളിൽ കാണാതെ വന്നാൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ പ്രൊപ്പല്ലറിലും മറ്റും കണ്ടെയ്നറുകൾ വന്ന് കുഴുങ്ങിയാൽ അത് പിന്നീട് വലിയ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മുൻകരുതലുകളും മുന്നറിയിപ്പുകളും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഏതായാലും നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തീ അണയ്ക്കാൻ സാധിച്ചില്ല എങ്കിൽ കപ്പൽ പൂർണ്ണമായും മുങ്ങിപ്പോകുമെന്നൊരു ആശങ്ക കൂടി ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടെയ്നറുകൾ, നിലവിൽ കപ്പലിലുള്ള കണ്ടെയ്നറുകൾ മുഴുവൻ കടലിൽ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകും. അത് പിന്നീട് എങ്ങോട്ടേക്ക് ഒഴുകിപ്പോകുന്നെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം കീടനാശിനികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇത്തരത്തിൽ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കപ്പൽ പൂർണ്ണമായി മുങ്ങുകയാണെങ്കിൽ ബാക്കിയുള്ള ചരക്കുകൾ കൂടി കടലിൽ പോകുന്ന ഒരു സാഹചര്യം വരും. നിതിൻ, അതുപോലെ തന്നെ ഈ കപ്പലപകടങ്ങളിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്നുള്ള ഒരു ആവശ്യം കേരള ലത്തീൻ കാത്തലിക് അസോസിയേഷന് മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായും കേരള ലത്തീൻ കാത്തലിക് അസോസിയേഷൻ അല്പസമയം മുൻപ് പുറത്തുവിട്ടൊരു പത്രക്കുറിപ്പിലാണ്
ഇത്തരത്തിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നത്. തുടർച്ചയായി കേരള തീരത്തിനടുത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് ലത്തീൻ സഭ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മത്സ്യത്തൊഴിലാളികൾക്കടക്കം വലിയ പ്രശ്നമുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ കീടനാശിനികളോ അല്ലെങ്കിൽ അപകടകരമായ രാസവസ്തുക്കളോ ഒക്കെ കടലിൽ ഒഴുകുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കപ്പൽ കമ്പനികൾക്കെതിരെ കേസ് എടുക്കണമെന്നാണ് നിലവിൽ ഈ ലത്തീൻ സഭ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഒരു കാഷ്വൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഏകദേശം നേവി ഒരു തീരുമാനമായിട്ടുണ്ട്. അത്തരത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ ഈ ഡയറക്ടറേറ്റ് ഓഫ് ഷിപ്പിങ്ങും ഒപ്പം പോലീസും നാവികസേന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അത്തരത്തിലൊരു അന്വേഷണം നടത്താൻ നിലവിൽ നാവികസേന ആലോചിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അമൃത. ശരി, ഷഫീഖ് നസ്രുള്ള കൂടി ചേരുന്നുണ്ട്. ഷഫീഖ്, 22 ജീവനക്കാരിൽ 18 പേരെയാണ് ഇന്നലെ രക്ഷപ്പെടുത്തിയത്. എത്ര പേരാണ് നിലവിൽ ഇപ്പോൾ ആശുപത്രിയിലുള്ളത്? ഇവരുടെ പരിക്ക് ഈ തീപിടുത്തത്തിൽ ഉണ്ടായതാണോ അതല്ല കടലിലേക്ക് ചാടിയതിന്റെ പ്രശ്നമാണോ? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്നത്? പുതിയ മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ പുറത്തിറങ്ങിയോ? രക്ഷപ്പെടുത്തിയ 18 പേരിൽ 6 പേരാണ് ഇപ്പോൾ ഞാനുള്ള ഈ AJ ആശുപത്രിയിലുള്ളത്. ഇതിൽ 2 പേരുടെ പരിക്ക് അതീവ ഗുരുതരമായതാണ്. അവർക്ക് 40% വരെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. ഈ 40% വരെ പൊള്ളലേറ്റ 2 പേർ ആണ് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത്. മറ്റ് 4 പേർക്കും കാര്യമായ പരിക്കുകളില്ല. അധിക പേർക്കും പരിക്ക് പറ്റിയത് ഈ പൊള്ളൽ ഏറ്റ് തന്നെയാണ്. പുകയും തീയും ഏറ്റ പൊള്ളൽ കാരണമാണ് പരിക്കേറ്റിട്ടുള്ളത്. മറ്റു പരിക്കുകൾ ആർക്കുമില്ല. 12 പേർക്ക് പരിക്കൊന്നുമില്ലാത്തത് തന്നെ ഹോട്ടലിൽ ആണ് അവർ പാർപ്പിച്ചിരിക്കുന്നത്. വിദേശ പൗരന്മാരാണ് അപകടത്തിൽപ്പെട്ട എല്ലാവരും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഇമിഗ്രേഷൻ നടപടികൾ അടക്കം രാത്രിയോടുകൂടി തന്നെ പൂർത്തീകരിച്ചിരുന്നു. അവരെ അപകടപ്പെട്ട പരിക്കേറ്റിയ ആളുകളെ നേരിട്ട് ഈ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അവർ ഈ വിദേശ പൗരന്മാരാണ് എന്ന കാരണത്താൽ വേണ്ടിവരുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അവരെ ഹോട്ടലിൽ പരിക്ക് പറ്റാത്തവരും 6 പേർ ഈ AJ ആശുപത്രിയിലുമാണുള്ളത്. അതിൽ 2 പേർക്കാണ് അതീവ ഗുരുതരാവസ്ഥയിൽ 40% പൊള്ളലേറ്റിട്ടുള്ളത്. ശ്വാസകോശത്തിലാണ് പൊള്ളൽ. ആന്തരികാവയവങ്ങൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ട്. അവരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ മാത്രമേ വ്യക്തമാവൂ. മറ്റ് 4 പേർക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടില്ല. അവർക്ക് ഇന്ന് തന്നെ ഒരു പക്ഷേ ആശുപത്രി വിടാൻ കഴിയുന്ന ഒരു സാഹചര്യമാവും എന്നാണ് മനസ്സിലാവുന്നത്. 2 പേരുടെ കാര്യം മാത്രമാണ്. അവർക്ക് അതീവ ഗുരുതരാവസ്ഥയിൽ അവർക്ക് കാര്യമായ പൊള്ളലേറ്റിട്ടുണ്ട്. അവർ ആന്തരിക അവയവങ്ങൾക്കടക്കം പൊള്ളൽ സംഭവിച്ചു. ഇതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസങ്ങൾ അവർ ചികിത്സയിൽ തുടരേണ്ടി വരും. മറ്റു കാര്യങ്ങൾ ഇവർ പൂർണ്ണമായും വിദേശ പൗരന്മാരായതുകൊണ്ട് അവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോകണം. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പൂർത്തിയാവുന്നു എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഏറ്റവും കൂടുതൽ മികച്ച ചികിത്സ ലഭിക്കുന്ന വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയിലേക്ക് തന്നെയാണ് ഇവരെ എത്തിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് മംഗളൂരുവിലെ ആശുപത്രിയിലാണ് ഈ പരിക്ക് പറ്റിയവരെ രക്ഷപ്പെടുത്തിയ 18 പേരെയും എത്തിച്ചത്. അതിൽ 6 പേർക്കാണ് പരിക്ക് പറ്റിയത്. അതിൽ 2 പേർക്കാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യമുള്ളത്. ഈ ഗുരുതരമായ സാഹചര്യമുള്ളവർക്ക് 40%-ഓളമാണ് പൊള്ളലേറ്റിട്ടുള്ളത്. അവരുടെ ആന്തരിക അവയവങ്ങളടക്കം പൊള്ളൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ അവർക്ക് ഈ ആശുപത്രിയിൽ തങ്ങേണ്ടി വരും എന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റുള്ളവർക്ക് 4 പേർക്ക് വലിയ പരിക്കുകളൊന്നുമില്ല. അവർക്ക് ഒരുപക്ഷെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് മറ്റു തീരെ പരിക്കില്ലാത്ത 12 പേരുടെ കൂടെ ചേരാനാവും എന്നൊരു പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. ശരി.